സ്വാഗതം 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 നാടുകളിൽ കഴിഞ്ഞെത്തും നാലു ദശകങ്ങൾ പിന്നിട്ടും ഓർമ്മചിരാലിൻ വെളിച്ചം കൂട്ടുചേരിൻ പൊൻവെളിച്ചം നാടുകളിൽ കഴിഞ്ഞെത്തും നാലു ദശകങ്ങൾ പിന്നിട്ടും ഓർമ്മചിരാലിൻ വെളിച്ചം കൂട്ടുചേരിൻ പൊൻവെളിച്ചം സ്വാഗതം 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 കമലാസനലാളിതേ തുടങ്ങി ജയ ജയ ദുർഗയിൽ തീരുന്ന പ്രാർത്ഥന കമലാസനലാളിതേ തുടങ്ങി ജയ ജയ ദുർഗയിൽ തീരുന്ന പ്രാർത്ഥന അക്ഷരങ്ങളിൽ ഒളിപ്പിച്ച അതിശയങ്ങൾ അർത്ഥങ്ങളുടെ അത്ഭുത ശ്രേണികൾ നികരിസരിസരിത ദശരിത പദമക ഗരമാമരി ഗഗഗനിരിരിസ ഗരമാമരി ഗഗഗനിരിരിസ നാടുകളിൽ കഴിഞ്ഞെത്തും നാലു ദശകങ്ങൾ പിന്നിട്ടും ഓർമ്മചിരാലിൻ വെളിച്ചം കൂട്ടുചേരിൻ പൊൻവെളിച്ചം സ്വാഗതം 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 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ടാതിയായ ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നമ്മൾ മൈക്ക് ഈ പ്രോഗ്രാമിന്റെ അവരുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ വേദിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട നമുക്ക് കിട്ടിയിരിക്കുന്നു. വളരെ സുന്ദരമായ നിമിഷം. ഇത് ആദ്യമായിട്ടായിരുന്നു. കേവലമുള്ള കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സംഘം. അത് ഒരേ ഒരു വർഷം ഒരേ ഒരു 10ാം ക്ലാസ്സുകാർ എല്ലില്ലാത്ത SSC ബാച്ച് ഓർമ്മിക്കപ്പെടുന്നതാണ്. ദുർഗയുടെ ചരിത്രത്തിലും കേരളത്തിന്റെ ചരിത്രത്തിലും നിമിഷങ്ങളാണ് നമുക്കുള്ളത്. എത്തിച്ചേരാൻ നമ്മുടെ ഗുരുനാഥന്മാരുണ്ട്. അവരെയൊക്കെ ഇപ്പോൾ സ്മരിക്കുന്നു. മനസ്സുകൊണ്ട് അവരിവിടെയായിരിക്കും. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തതിലുള്ള വിഷമം നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. സഹപാഠികൾ ഒരുപാട്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരിൽ പലരും 40 വർഷം മുമ്പ് നമ്മൾ ഒരുപാട് സങ്കടത്തോടെ ഈ പടിയിറങ്ങിപ്പോയതാണ്. ഇങ്ങനെയൊരു അവസരം ഒരു 6 വർഷം മുമ്പായിരുന്നു. 2019 കമലാസന ലാളിതലാവണ്യേ
ഓർമ്മകളുടെ തുക എന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന ഈ സത്കർമ്മത്തിന് ഞാൻ ക്ഷണിക്കപ്പെട്ടതിൽ എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ സ്നേഹത്തോടെ അറിയിക്കാം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഇതിൽ മാത്രം ഞാൻ അർഹനാണോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ 17 വർഷത്തിന് മുമ്പ് ഞാനും ഈ സ്ഥാപനത്തിലെ ഒരു അധ്യാപകനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സംഗീതം എന്താണ്, സംഗീത സംവിധാനം എന്താണ് എന്നൊക്കെ ഞാൻ പഠിച്ചത് ഈ ദുർഗയിലെത്തിയതിനു ശേഷമാണ്. എൻ്റെ ഗുരുനാഥനെ തുല്യം ഞാൻ ആദരിക്കുന്ന സ്നേഹിക്കുന്ന അരുണാചൽ മാസ്റ്ററാണ് ഇതിൻ്റെയൊക്കെ കാരണോത്സവത്തിന്. നേരത്തെ പാടിയ കമലാസകല പട്ടത്തിൽ എഴുതി അത് സംഗീത സംവിധാനം ചെയ്തത് അരുണാചൽ മാസ്റ്ററാണ്. ഭൂരി കല്യാണിരാഗവും ഹംസാനന്ദരാഗവും കല്യാണിരാഗവും കോർത്തിണക്കിക്കൊണ്ട് ആ 6 വരികളിലൂടെ എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. അതിശയിച്ചു നിൽക്കൂ. ഇന്നും അന്നും ആ പാട്ട് കേൾക്കുമ്പോഴും ആ പ്രാർത്ഥന കേൾക്കുമ്പോഴും വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ 9:50 ആകുമ്പോഴേക്കും ഈ പ്രാർത്ഥനാ ഗാനം തുടങ്ങും. ആ ഒരു പോസിറ്റീവ് എനർജി ഒരു വിദ്യാലയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വിദ്യാലയത്തിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പവിത്രത ഒരു പ്രാർത്ഥന കിട്ടുന്നില്ല. സത്യമാണ്. ഇത് കമ്പോസ് ചെയ്ത ഏറ്റവും വലിയ സംഗീത സംവിധായകനാണ് മാസ്റ്റർ. ഇങ്ങനെ സംഗീതം ചെയ്യാൻ എത്രയോ തവണ ഈ ദുർഗാ സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിന് 1ാം സമ്മാനം നേടിയ സ്വാഗതകാലത്തിൻ്റെ സംഗീത സംവിധാനം ചെയ്തതും അരുണാചൽ മാസ്റ്ററാണ്. ഈ അരുണാചൽ മാസ്റ്ററിലൂടെയാണ് സംഗീത സംവിധാനം ഞാനും ചെയ്യാൻ പഠിച്ചത്. അതെത്ര കണ്ടു പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. അത്രയും എന്താണ് ഈശ്വര തുല്യം കണക്കാക്കുന്നത്. എല്ലാവരും ഉമേശ്വരനോ ഗോപി മാഷും എല്ലാവരും കൂടെ രാധാകൃഷ്ണൻ മാഷും എല്ലാവരും ഞാൻ പറയുന്നില്ല. ഇതൊരു മഹാഭാഗ്യമാണ്. എൻ്റെ കലാ ജീവിതയാത്രയിൽ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും എത്തിച്ചേർക്കുന്നത് ഒരു സത്കർമ്മമാണ് ഈ ഒരു ഉദ്ഘാടനമാണ്. ഞാൻ സംഗീതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നതാണ്. അതാണ് മ്യൂസിക്. എല്ലാവർക്കും അറിയുന്നതാണ്. MUSIC എന്ന് പറഞ്ഞാൽ മെലോഡിയസ് അൺഇൻറ്ററപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ് എന്നാണ്. ശ്രവണസുന്ദരമായ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആത്മാവ്, ഈ പ്രപഞ്ചത്തിലെ ആത്മാവാണ് സംഗീതം. അതാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അതെത്രയോ കൃതികളിലൂടെ ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ജയിച്ച ശ്യാമാശാസ്ത്രികൾ, പുരന്ദരദാസൊക്കെ എഴുതിയിട്ടുണ്ട്. രാഗസുധാ രസ എത്രയോ കൃതികളുണ്ട് ത്യാഗരാജസ്വാമിയുടെ കൃതികളിൽ. പുരന്ദരദാസ് മ്യൂസിക് എന്ന് പറയുന്നതാണ് മെലോഡിയസ് അൺഇൻറ്ററപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ്. ഈ പ്രപഞ്ചത്തിൽ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രവണസുന്ദരമായ ശബ്ദവിശേഷമാണ് സംഗീതം. യാതൊരു സംശയവും നമുക്കൊന്നത് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ അച്ഛൻ CK പണിക്കർ ഭാഗവതർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലത്ത് ഞാൻ ഈ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം പോലും ഈ ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അച്ഛൻ കഷ്ടപ്പെട്ട് പോറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ചെറുകുന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓലപ്പുരയിലായിരുന്നു. പുൽപ്പുര ഏപ്രിൽ മെയ് മാസം സമയത്തൊക്കെ ഓലയും പുല്ലൊക്കെ പാറപ്പോഴും കിഴക്കോല് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ പരന്ത് കാക്കയൊക്കെ പാമ്പനെയൊക്കെ കൊത്തിക്കൊണ്ടുവന്ന് ഇതിൻ്റെ മേലെ നിന്ന് കടിച്ചിട്ട് വീശി അവിടെ തന്നെ ഇട്ടിട്ട് അതങ്ങ് പാറിക്കും. ഇത് വെയിലത്ത് ഉണങ്ങി കാറ്റത്ത് പറഞ്ഞ് നമ്മൾ കിണത്തിൽ
എനിക്ക് ഈ പാമ്പിൻ്റെ ഭാഗം തവണയുടെ കാലത്ത് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് സംഗീതം കൊണ്ടൊന്നും നേടാനില്ല, ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കൈക്കലാക്കണം എന്നൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ് ഞാൻ ചെറുതായിട്ടാണ് ഞാൻ കാഞ്ഞങ്ങാടേക്ക് പറിച്ചു നടപ്പെട്ടത്. അതെനിക്ക് താങ്ങും തണലായിട്ട് നിന്ന് ഒരുപാട് പേര്, ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഡോക്ടർ കെ പി കൃഷ്ണൻ നായർ, നമ്മുടെ കുതിരമേൽ കുഞ്ഞിരാമൻ നായർ, ജോളി ഒരുപാട് മകൾ ചാരനാട്ട മാസ്റ്റർ, അവരെ വീട്ടിൽ തന്നെയാണ് എനിക്കെല്ലാം എല്ലാം അറിയാൻ. അങ്ങനെയാണ് പാട്ടിനുള്ളിൽ വെറുപ്പല്ല ഇങ്ങോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തോ ഒരു എല്ലാത്തിനും ഒരു നിയോഗമുണ്ട്. ദാസായും ശ്രീനിവാസൻ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ഒരു കാരണം വന്നു. എന്നെ ഫിസിക്സ് പഠിപ്പിച്ച മാഷ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഒരു ഇമ്പോസിഷൻ ഇല്ലാത്ത രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പാട്ടുപാടി സന്തോഷിപ്പിച്ചതാണ്. ഇനിയൊരു സത്കർമ്മത്തിന് പോലും ഞാൻ നിയോഗിക്കപ്പെടാനുള്ള ഭാഗ്യമുണ്ടായ പേരിലൂടെ ഞാൻ ഇവിടെ വന്നത് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ. ഞാൻ ചെറുകുന്ന രാമേന്ദ്രനാണ്. എൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു പേരിലൂടെ ഞാൻ എന്നും എൻ്റെ മരണം വരെ ഞാൻ അറിയപ്പെടണം. അതിൻ്റെ ഒരു നന്ദി സൂചകമായി ഞാൻ വിളിക്കുന്നതാണ് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ. ചില വേദി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്, ചില വേദി എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നും, ചില വേദി എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയെ വരും. കാരണം ഒരു വ്യക്തിയുടെ പേരിന് മുന്നിൽ ഒരു സ്ഥലപ്പേര് വന്നാൽ അതൊരു മൃഗത്തിനാണ്. ഏത് മൃഗത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ആനയുടെ പേര് ഗുരുവായൂർ കേശവൻ, ഏറ്റുമാനൂർ പത്മനാഭൻ, കഞ്ചിക്കാട് രാമേന്ദ്രൻ, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആനയുടെ പേര് പോലും എനിക്ക് തോന്നാറ്. പക്ഷേ അവർ ആനയുടെ പോലെ തന്നെ കഴിവൊന്നുമില്ലെങ്കിലും അറിവൊന്നുമില്ലെങ്കിലും എന്തോ ഒരു സൂത്രകടിത പോലെ ജനഹൃദയത്തിൽ ഇടം നേടാനുള്ള കഴിവ് എനിക്കുണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു പേരിൽ ഞാൻ അറിയപ്പെടുന്നത്. പഠിച്ചു തീർക്കാൻ പറ്റാത്തതാണ്, ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റാത്തതാണ് സംഗീതം. കർണാടക സംഗീതത്തിൽ 72 മേളരാഗങ്ങളാണ് ഉള്ളത്. ഈ 72 മേളരാഗങ്ങളും ഓരോ അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ പരിണാമം എന്ന അച്ഛനിൽ നിന്നും ഈ അമ്മ പ്രസവിക്കുന്നത് 483 മക്കളെയാണ്. 483 ജന്യരാഗങ്ങൾ. അപ്പോഴേ ഈ 72 അമ്മമാരും പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര മക്കളുണ്ടാവും? ഈ സംഗീത കുടുംബത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 34,776. 34,776 രാഗങ്ങളാണ് കർണാടക സംഗീതത്തിലുള്ളത്. ഇന്നൊരു മനുഷ്യൻ്റെ ആവറേജ് ആയുസ് 70 ആകുന്നു. പിന്നെ 80, 90, 100, 110 എന്താണോ അതാണ് കല. എന്ത് കാര്യം എപ്പോഴും എവിടെയെങ്കിലും അർത്ഥാണ്. ദാസൻ സ്ത്രീയാണ്. അച്ഛൻ, അമ്മ, കുടുംബം പോലും താളത്തിനനുസൃതമായ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 64 കലകളാണുള്ളത്. ഏകോപനത്തിലാണ് ദാസൻ സ്ത്രീയാണ്. അച്ഛൻ, അമ്മ, കുടുംബം പോലും താളത്തിനനുസൃതമായ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 64 കലകളാണുള്ളത്. ഏകോപനത്തിലാണ് ജാതിക്ക് ഏതുമില്ലാതെ സർവ്വ പൂർവ്വ വിദ്യാർത്ഥികൾ ടെൻത്ത് സി തയ്യാറായി.
10th സീരീസ് അവാർഡിൽ തയ്യാറായിരിക്കുക. ഇങ്ങോട്ടൊക്കെ രാമകൃഷ്ണ. ക്ലാസ്സിൽ 7 തെരഞ്ഞെടുക്കുക. ഒരു ചെറു മധുരം പോലും വലിയ മധുരത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഓർമ്മകളാണ് ഈ വേദിയിൽ നടപ്പാക്കുന്നത്. പ്രസാദയ്ക്ക് ഏറെ ബഹുമാനത്തോടും ആദരവോടും ഈ വേദി ആദരണം നൽകി നല്ലൊരു നിറഞ്ഞ കൈ